വേണുഗോപാലിലേക്കാണ് പോകുന്നത്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയുടെ MP-യുമായ KC വേണുഗോപാലിന് അനുകൂലവും പ്രതികൂലവുമായ ചില ഘടകങ്ങൾ കൂടി നമുക്ക് നോക്കണം. AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന, ഇപ്പോൾ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള KC വേണുഗോപാലിന് എത്രത്തോളം അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് നോക്കിയാൽ, ഞാൻ പറഞ്ഞതുപോലെ ദേശീയ തലത്തിലെ പ്രവർത്തനം അത് വലിയ രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ, ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ഭേദഗതി ബിൽ സഭയിൽ വന്നപ്പോൾ എങ്ങനെയാണ് KC വേണുഗോപാൽ ഘടകകക്ഷികളെയൊക്കെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കഴിവ് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകും. പ്രവർത്തന പരിചയം കൂടുതലുള്ളതാണ്. കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും പ്രവർത്തിച്ചു പരിചയമുള്ളയാളാണ് KC വേണുഗോപാൽ. അതുമാത്രമല്ല, ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നിടത്തെല്ലാം ഓടിയെത്തിയിട്ടുണ്ട് KC വേണുഗോപാൽ പ്രചാരണത്തിനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൂലമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത്തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല, ഇപ്പോഴും MP-യായി തുടരുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ, UDF-ന് ഭരണം കിട്ടി മുഖ്യമന്ത്രിയായി എത്തണമെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു MLA-യെ രാജിവെപ്പിച്ച് മത്സരിച്ചു വേണം സഭയിലേക്ക് എത്താൻ. മാത്രമല്ല, കേരളത്തിൽ അദ്ദേഹം സജീവമാകാൻ ഇത്തിരി വൈകിയോ എന്നും സംശയമുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ പലപ്പോഴും സജീവമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വിഷയമാണ്. ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ചുമതലകളുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ അവരുടെ തന്നെ വിശ്വസ്തനായ KC വേണുഗോപാലിനെ ദേശീയ തലത്തിലെ ചുമതലകളിൽ നിന്ന് മാറ്റി കേരളത്തിലേക്ക് അയക്കുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, അത്തരം പല ഘടകങ്ങളുണ്ട്. അപ്പോൾ KC വരുമോ ഇല്ലയോ? വിനീത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് KPCC ആസ്ഥാനത്ത് നടന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞത്, നമ്മുടെ KC വേണുഗോപാൽ വളർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡായി മാറിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ആ നിലയിലേക്ക് കേരളത്തിൽ നിന്നും വളർന്ന് ആ രാജ്യമൊട്ടുക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു നേതാവായി മലയാളിയായ KC വേണുഗോപാൽ മാറി എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ എത്തിയെന്നത് മാത്രമല്ല, KC വേണുഗോപാലിന്റെ പ്ലസ് പോയിന്റ് പ്രവർത്തന പരിചയം തന്നെയാണ്. അത് സംസ്ഥാന മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, MP-യും MLA-യുമായിരുന്നു. യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ സജീവമായി തന്നെയാണ് പൊതുപ്രവർത്തനം KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ ആരംഭിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KC വേണുഗോപാലിനൊപ്പം നടന്ന ഒട്ടേറെ നേതാക്കളുണ്ട്. ആ നേതാക്കളൊക്കെ ഇന്ന് KC വേണുഗോപാലിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പലരും പരസ്യമായി തന്നെ KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ KC വേണുഗോപാലിന്റെ ഒരു പ്ലസ് ആണ്. അതിൽ മത്സരിച്ചില്ല എന്നതാണ് KC വേണുഗോപാലിന് ഒരു മൈനസായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതിയും നൽകണം. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചുമതല, അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന ചുമതലയാണ് ഇപ്പോൾ KC വേണുഗോപാൽ നിർവഹിക്കുന്നത്. ആ ചുമതലയിൽ നിന്ന് മാറാനുള്ള അനുവാദം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാലിന് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഈ 3 പേരുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനിയായി KC വേണുഗോപാലിനെ ഉയർത്തി പ്രവർത്തകർ കാണിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അതാണ് റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കമാൻഡ് അനുവദിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും KC വേണുഗോപാൽ ചുവടുമാറ്റുമോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ എത്തുമോ എന്ന് തന്നെയാണ്. ഏതായാലും സസ്പെൻസ് തുടരുക തന്നെയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ ആകാംക്ഷയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആദ്യ ഫലസൂചനകൾ റിപ്പോർട്ടറുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇനി UDF അധികാരത്തെത്തിയാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകും, ഘടകകക്ഷികളുടെ പിന്തുണ ആർക്കാണ്, ഹൈക്കമാൻഡ് തീരുമാനം എന്താണ്?